മതി തേങ്ങ അരച്ചത്. എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഉച്ചക്ക് തിന്നോട്ടെ നിനക്ക്? എന്നാന്ന് ചക്കക്കുരു തന്നെയല്ലേ, എനക്കെങ്ങും വേണ്ട, ഗ്യാസാണ്. ಚಕ್ಕಕುರಿ ಎಣ್ಣೆ ಎಷ್ಟಾಗಿದೆ ನೋಡಿ ಅಮ್ಮ, ನಾನು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಎಲ್ಲಾ ಚೂಡಿದಾರು ಚಿಕ್ಕದಿದೆ. എന്തോളെ എന്തായാലും കഴിഞ്ഞില്ല ನಿನಗೆ? ಇದು ನನಗೆ ಹಿಡಿಸುವುದಿಲ್ಲಮ್ಮ. ಹರಿದ ಬಾ ನನ್ನ ಜೊತೆ, ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗೆಯೋಣ. ಬಾ ಹರಿತ, ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗೆಯೋಣ. ഹലോ ഏട്ടാ, കട പൂട്ടിക്കോ പൂട്ടിക്കോ, ഹർത്താലാന്ന് ഹർത്താലി. കണ്ണേട്ടാ, ഹർത്താലാ പൂട്ടിക്കോ. ഹർത്താൽ എന്തിന്? ടൗണിൽ പ്രതിമ ഒളിച്ചു നിറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എടാ പൂട്ടിക്കോ, എല്ലാ ആൾക്കാർ കൂടും. നമുക്ക് കൂടി തന്നിട്ട് ഷട്ടർ എടുപ്പാ. തരാം ഇതും കൂടെ കൊടുത്തു വിട്, എന്നാ ചോരം തരുന്ന മനുഷ്യൻ. യമുന യമുന കരുതേ യമനെ എല്ലാരും പോയി. അമ്മേ ഇതാരും ഇല്ലേ? ആ എല്ലാരും ഇവിടെ പോയി, ഒരു അനക്കമില്ലല്ലോ. അനക്കൂലെന്നാ? ഇതുവരെ ഒരു ബഹളായിരുന്നല്ലോ. ചുരിദാറിന് നീളം പോരാ, കളറില്ലാന്ന് പറഞ്ഞിട്ട്. ചുരിദാറിന് നീളം പോരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എല്ലാം കെട്ടിപ്പറിക്കിട്ട് ആ വിദ്യാധന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട്. ഞാനിട്ടല്ലേ ഇവിടെ വാടിനെ പോലെ പണിയെടുക്കാൻ. ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ തന്നെ. പിന്നെ കൊണ്ടുവന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂലല്ലോ. പോയാ പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് പറഞ്ഞിനി? ಒಳ್ಳೆ ಸೆಲೆಕ್ಷನ್ ಗೊತ್ತಿದೆ ನಿಮ್ಗೆ ಅಲ್ವಾ? ಒಳ್ಳೆ ಅವ್ರನ್ನು ಸಿಕ್ಕಿತ್ತಲ್ವಾ? ನಾನೇನು ಮಾಡಿಲ್ಲ ರೀ, ನನಗೆ ಚೂಡಿದಾರ್ ಇಷ್ಟ ಆಗಿಲ್ಲ, ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ. അത് ഓർക്ക് ചുരിദാർ വേണ്ട, സാരി മതി. ഈ ഹർത്താൽ ദിവസം തന്നെ ഇങ്ങോട്ട് കെട്ടിയിടക്കേണ്ട കാര്യം എന്താ? ഏട്ടാ വിട്ടേ ചൊറയാക്കാണ്ട് ഞങ്ങൾ പോയിക്കോളാം. അത് കടക്ക്. മതി മതി മതി, വെള്ളം വേണ്ട. വെള്ളം കൊണ്ട് ഈ കന്നഡ വലിയ പ്രശ്നം തന്നെയാ. ഇതിപ്പോ എങ്ങനെയാ പഠിക്കുക? കന്നഡ പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. വിദ്യാധരന്റെ അടുത്ത് പോയി പഠിച്ചാ പോരെ? ഏതാ വിദ്യാധരന്റെ ബുദ്ധി കൂടുതൽ അവിടുത്തെ കഷ്ടപ്പാട്. അതിനിടയ്ക്ക് വിദ്യാധരന്റെ അടുത്ത് പോയി പഠിക്കുക. അതിലും നല്ലത് ഓളെ മലയാളം പഠിപ്പിച്ചാ പോരെ. ആര് പഠിപ്പിക്കൂ? ഞാൻ പഠിപ്പിക്കും. ഒന്ന് പുഴാന്ന് പറഞ്ഞേ പോയാ മതി. നീ ഓനെ പഠിപ്പിക്കൽ വിട്. നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടാ? നീ വലിയ ലോക്കൽ കമ്മിറ്റിയുടെ കൊണ്ടാണ്. എടാ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കണ്ടാ. എടാ പെണ്ണിട്ടാണ് കഷ്ടപ്പെട്ട് നോക്കും. മലയാളം അറിയാം, ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റുമോ? എടാ മലയാളം അറിയാത്താണല്ലോ എടുത്ത പ്രശ്നം. നിനക്ക് നോക്കോട്ടെ, ഞാൻ മാത്രം എന്റെ ഞാൻ എനക്കൊക്കെ ശരിയായിട്ടില്ല. നീ വെറുതെ എനക്കൊരു കാര്യം പറയാണ്ട് മിണ്ടല്ലാണ് അടുത്ത്. ഞാൻ ഓളെ എങ്ങനെ ഒന്ന് വാച്ചെടുക്കൂന്ന് പറ. മോനെ കണ്ണോ, നേരാവണ്ണ മലയാളം അറിയുന്ന പെണ്ണിനെ എനിക്ക് വളക്കാൻ പറ്റുന്നില്ല, പിന്നെ കന്നഡ അറിയുന്ന പെണ്ണിന ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സമാധാനം ഞാൻ ഉണ്ടാക്കുന്ന എന്നത്തെ തരേശ നിനക്ക് വേണ്ട? നീ കണ്ട പെണ്ണുങ്ങളുടെ കാര്യം പറയാൻ നിൽക്കറേ. ഏതാണ് എനിക്ക് കേൾക്കാൻ? എനിക്ക് പോടുന്നു ഒരു ಪ್ರಶ್ನೆಗಳು ಇಡೇ ಕೂಡ ಬಂದಿಟ್ಟು. ಯಮುನಾ ಹೇಳಿದ ವಿಷಯದ ಬಗ್ಗೆ ನಾನು ತುಂಬಾ ಯೋಚಿಸಿದೆ. ನಾನು ಆಗ ಏನು ಹೇಳಲಿ? ಹೆಣ್ಣು ಮಕ್ಕಳ ಆಲೋಚನೆಗಳು ನಾವು ತಿಳ್ಕೊಳ್ಳತ್ರ ಅಲ್ವಲ್ಲ. ಯಮುನಾ, ನೀವಾದ್ರೂ ನನ್ನ ದುಃಖ ಅರ್ಥ ಮಾಡಿದ್ರೆ ಅಲ್ವಾ ನಾವು
ಇದ್ದ ಹಾಗೆ ಆದಷ್ಟು ಬೇಗ ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು. ನನಗಾದ್ರೆ ನಿದ್ರೆನೇ ಬರೋದಿಲ್ಲ. ನಮ್ಮವರು ಬಂದ್ರು, ಆಮೇಲೆ ಕರ್ ಮಾಡ್ತೀನಿ. ഒന്ന് കുളിക്കണം. തോർത്ത് തോർത്ത്. ഓക്കെ. ആരോടായിരിക്കും ഈ കന്നഡയിൽ ഇങ്ങനെ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരായിരുന്നു ഫോണില്? ആ മാമാമയൊക്കെ ആയിരിക്കും. ഈ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇല്ലേ? ലോക്കൽ ഭയങ്കര പ്രോബ്ലം. കാര്യത്തെ ആൾക്കാർ ലൂസേഴ്സ്. അവരുമായിട്ടൊന്നും ഈ ഫോണുമായിട്ടൊന്നും ബന്ധപ്പെടുന്നു വേണ്ട. കഴിച്ചോ? കഴിച്ചോ? കുറച്ച് വെള്ളം. അപ്പോ എനിക്ക് ഒരാവശ്യമില്ലാത്ത കേസായി സാറ്. സാറേ എന്റെ ഒരു 15 ഉറുപ്പ്യ ഉണ്ട് സാർ. അതൊന്ന് വാങ്ങിയിട്ടൊന്ന് ഊരിത്തരണം പ്ലീസ്. എന്റെ തരണ്ട, ആ മുമ്പിൽ വീഡിയോ കൊടുത്താൽ മതി. കേട്ടോ സാർ? എന്നാ നിങ്ങൾ വിട്ടോ. അല്ല സാറേ, ആരാ ഈ മെയിൽ അയച്ചത്? നിങ്ങൾ സ്വന്തം നാട്ടുകാരൻ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാള്. എന്നാ ശരി. ആരത്? ചോദിക്കണ്ട, എനിക്ക് മനസ്സിലായി. അവളെ കിട്ടി. ಇಲ್ಲಿ ಬೆಳಿಗ್ಗೆ ಎದ್ದ ನಂತರ ಅನೆಗೆ ಕುಂಕುಮ ಮತ್ತೆ ಗಂಡೆ ಬಾರಿಸೋದಿ ನೋಡಿ ഓനാ കേസ് കൊടുത്ത് ഉറപ്പാ. ഓനല്ലാണ്ട് ഇവിടെ വേറെ ആർക്കും എന്നോട് ഇത്ര ദേഷ്യം. പിന്നെ ചെയ്യാണ്ട്. മാത്രമല്ല ഇപ്പൊ ഭയങ്കര ഫോൺ വിളിയുണ്ട്. കണ്ടാ കന്നഡത്തിൽ ഒലിപ്പിക്കുന്ന യമുനക്കല്ലാണ്ട് ഇവിടെ വേറെ ആർക്കാ കന്നഡ അറിയാ? നീ പോകണ്ണ, വെറുതെ വേണ്ടാത്ത പറയാറേ. ഭാര്യമാരുടെ സംശയിക്കുന്നത് ഭയങ്കര മോശാട്ടാ. നിങ്ങൾ നോക്കോ, ഞാൻ ഇപ്പോൾ അവളെ വിളിച്ച് കാണിച്ചു തരാം. കാണിക്ക്. കേട്ടോ? കണ്ട ഞാൻ പറഞ്ഞില്ലേ? എന്ത് കണ്ടാന്ന്? കണ്ണ ഓളോളെ വീട്ടിലേക്കെ വിളിക്കായിരിക്കും. ആയിരിക്കും അല്ലേ? അല്ല, അപ്പൊ പിന്നെ ഓനാരോടോ പറയുന്നത് എനിക്കറിയാം. കണ്ണ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണ. നിങ്ങളിത് ജോഡിയ കണ്ണ, അത് നീ മനസ്സിലാക്കണ്ടേ. ഈ ആളുകൾ മൊത്തം അസൂയടാ നിന്നെ നോക്കുന്നത്. അതറിയാം നിനക്ക്? 20,000 ಪೊಲೀಸರನ್ನ ನಿಯೋಜನೆ ಮಾಡಲಾಗಿದೆ. ತಮಿಳುನಾಡು ಗಡಿ ಭಾಗಗಳಲ್ಲಿ ಪೊಲೀಸರನ್ನ ಹೈ ಅಲರ್ಟ್ ಇರುವಂತೆ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದು, ಈ ಬಗ್ಗೆ ಕೇಂದ್ರ ವಲಯ ಐಜಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಮುನ್ನೆಚ್ಚರಿಕಾ ಕ್ರಮಗಳನ್ನು ತೆಗೆದುಕೊಳ್ಳಲಾಗಿದೆ. 2016ರಲ್ಲಿ ನಡೆದ ಘಟನೆ ಮತ್ತೆ ನಗರದಲ್ಲಿ ಆಗದಂತೆ ಅಧಿಕಾರಿ ಹಾಗೂ ಸಿಬ್ಬಂದಿಗೆ ಸೂಚನೆ ನೀಡಲಾಗಿದೆ. ತಮಿಳುನಾಡು ಬಸ್ ಕೂಡ ನಿಲ್ದಾಣದಲ್ಲಿ ಯಾಕೆ ಈ ತರ ನೋಡ್ತಾ ಇದ್ದೀರಾ? ಇದಕ್ಕಿಂತ ಮೊದಲ ನೋಡಿಲ್ವಾ? നീ എന്തായി പറയുന്നത്? എനിക്കൊന്നും തിരിയുന്നില്ല. ആരെങ്കിലും കണ്ടാ പറയോ മിണ്ടാൻ പറ്റാത്ത കുട്ടിയാന്ന്? എനിക്ക് നിന്നെ എത്ര ഇഷ്ടാന്ന് അറിയോ? ಹಾಗೆ ಹೇಳಿದ್ರೇನು? എന്താ പറയാ? ബാ, അടുത്തേക്ക് ബാ. നിനക്കാരാ യമുനാന്ന് പേരിട്ടെ? ഇവിടെ മലയാളത്തിലൊരു പാട്ടുണ്ട്, പഴയ പാട്ട്. നദികളിൽ സുന്ദരി യമുന. കേട്ടണേ പാട്ട്? ഞായിരുന്നു കേട്ടെ. നീ എന്തിനാ നോക്കുന്നേ?
പറഞ്ഞോണ്ടിരിക്കുക. ആ നീ പോകുമ്പോ കറണ്ട് ബില്ല് അടച്ചേട്ടാ. അത് ഇവളോട് പറ അടക്കാൻ. അമ്മ അതവിടെ വെച്ചേ, ഞാനും ഏട്ടിയും പോയിട്ട് അടച്ചോളാം. ആരെങ്കിലും അടക്ക്. അമ്മേ അതിങ്ങതാ, ഞാൻ അടച്ചോളാം കറണ്ട് ബില്ല്. വേണ്ട ഏട്ടാ, ഞങ്ങൾ പോയിക്കോളാം. ഏട്ടിക്ക് ഇട്ടിരുന്നിട്ട് ബോറടിക്കുന്നുണ്ടോ? ഇതാകുമ്പോൾ ടൗണിലൊക്കെ പോയി കറങ്ങിട്ട് വരാം. അത് വേണ്ട, ഞാൻ അടച്ചോളാം. ഏട്ടൻ പോയിക്കോ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ പോയി റെഡിയാവും, നമുക്ക് ഒരുമിച്ച് പോയി അടക്കാം. ഇപ്പഴാ? എന്താ നമ്മളത്ര ഫാമിലി ആയിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ട് അല്ല അമ്മേ, നല്ല രസമല്ലേ? ഞാൻ പുറത്തുണ്ടോ, നീ പോയി റെഡി ആയിട്ടോ. ഈടിയാണ് KCB. ഏടോ കണ്ണാ പോന്ന്? അല്ല എല്ലാരും ഉണ്ടല്ലോ. ഇവർ കറണ്ട് ബില്ല് അടക്കാൻ പോന്നു. അതെയാ, നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ക്യൂ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്താ? എടാ എന്റെ ഇളയപ്പം പോയിട്ട് കൊറേ ദിവസമായില്ലേ, ഓൻ ഏടെ പോയാലും 2 ആഴ്ച കൂടുതൽ നിൽക്കില്ല. എന്ത് പറ്റി? നിങ്ങൾ അയാളെ പറ്റി ഒരു അക്ഷരം മിണ്ടല്ലേ? അയാൾ കാരണം ചില്ലറ പെടലൊന്നല്ലേ പെട്ടത്. ആ വെള്ളൂരാണല്ലേ വിത്ത് കാലുണ്ട് പറഞ്ഞു കേട്ടി, അതുകൊണ്ട് ചോദിച്ചാ എങ്ങനെ? കാള ഈ ഇളയപ്പൻ ഞാൻ കാളന്റെ കാര്യം നിങ്ങൾ പറയണം, നമ്മൾ തെറ്റേണ്ടി വരും. അതെ അതെ, നല്ല പാങ്ങുണ്ട് അവര് പറയുന്നൊക്കെ അല്ലേ. അവര് പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് മനസ്സിലായിനാ? എന്ത് ഭാഷ അവര് പറഞ്ഞത്? ഹിന്ദിയാ, തുളു, അങ്ങനെയൊന്നും മനസ്സിലായിട്ടപ്പ.